ഗായ്സ് സമയം രാത്രി മന്തിക്കാൻ നല്ല മോഡ്. നമുക്കൊന്ന് മന്തിക്കാൻ പോയാലോ? ഒന്ന് വിളിച്ചാൽ വരാനായിട്ട് കുട്ടന്മാരുണ്ട്. അതെ, മന്തിക്കാൻ പോയാലോ? പിന്നെന്താ പോവാ. അപ്പം അവരോട് ചോദിച്ചു നോക്കാം. അപ്പൊ എല്ലാവരും സെറ്റ് ആയിട്ട് നമുക്ക് മന്തി വെച്ചിട്ടാ. ഗൈസ് മന്തി കഴിക്കാൻ പോയ വഴി വണ്ടി പണി നമ്മൾ ഗൈസ്. മന്തി കഴിക്കാൻ പൈസ ഉണ്ട്, പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. വല്ലാത്തൊരു അവസ്ഥയാണെന്നേ. വഴി കിടന്നാലും പേടിക്കാനൊന്നുമില്ല. ഇവന്മാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എങ്ങനെയാണെന്നാലും വഴി കിടക്കില്ലെന്ന് അറിയാം. വണ്ടി ഉന്തി തള്ളി പെട്രോൾ പമ്പിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ലൈഫിൽ എത്രയൊക്കെ സാഡ് വന്നാലും ഇവന്മാരോട് ഉള്ളപ്പം അതൊക്കെ മറക്കൂട്ടാ. അതൊരു വല്ലാത്തൊരു ഹാപ്പിനെസ്സാ. എന്തിനായാലും ഒന്ന് വിളിച്ചാൽ മതി, അപ്പൊ എല്ലാരും വരും. അതാണ് ഞങ്ങളുടെ ബോണ്ട് ഇട്ടാ. തേങ്ങയാണ്, ഒരു 100 വിളിച്ചാലും ഇവന്മാരൊന്നും വരില്ലെന്നേ. വല്ലപ്പോഴും ഇങ്ങനെ വന്നാ വന്നു. മന്തിക്ക് ചെന്നിട്ട് അരമണിക്കൂർ പണ്ടാര തിരക്കായിരുന്നു കേട്ടോ. അവസാനം ഞങ്ങളൊരു സീറ്റ് ഉണ്ട് പിടിച്ചു. അവിടെ ഒരു കുട്ടിയാണ് ഇന്ന് കഴിക്കായിരുന്നു. ആ കുട്ടി ഒന്ന് എണ്ണിക്കാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയോ? ഞങ്ങൾ കുറെ നാളിട്ട് ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പ്ലാനിങ് മാത്രമേ ഉള്ളൂ, നടന്നിട്ടില്ല. പക്ഷെ വൺ ഡേ ഞങ്ങൾ സക്സസ് ആകൂട്ടാ. കോമഡിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം. ഞാൻ എന്റെ പ്ലേറ്റിൽ ചുമ്മാ വരച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ ആഷിക്കിന്റെ പ്ലേറ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടാ. ഗേൾ ഫ്രണ്ട് നീഡഡ്. ആഷിക്കിനെ കണ്ടിട്ട് ആരെങ്കിലും ക്രഷ് അടിച്ച് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമുക്ക് ആഷിക്കിന് ഒരു പെണ്ണ് സെറ്റ് ആക്കാലോ. അവനും വേണ്ട ഒരു ജീവിതം. ചെറുതായിട്ട് ശ്രദ്ധ വേറൊരു സ്ഥലത്തോട്ട് പോയപ്പോഴാ മന്തി വന്നത്. അപ്പോഴേക്കും ചെസ് പീസ് ഒക്കെ ഉമ്മാർ അടിച്ചോണ്ട് പിന്നെ ലെഗ് പീസിൽ ഒതുക്കേണ്ട അവസ്ഥയായിട്ടാ. പോവാന്ന് വിചാരിച്ചപ്പോ നല്ല മഴ. മന്തി വെച്ചിട്ട് മഴ കണ്ട് നിൽക്കേണ്ട അവസ്ഥ. വീട്ടിൽ പോകാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മഴ കുറച്ച് കുറഞ്ഞപ്പോഴേക്ക് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചുട്ടാ. വീടെത്തി, മന്തി വെച്ചു, ഇനി കിടന്നുറങ്ങാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.